ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്നൊരു കിടു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇടിയിറച്ചി. നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് അത്ര അധികം ഇല്ല എങ്കിലും കോട്ടയം, എറണാകുളം ഭാഗത്തൊക്കെ ഇടിയിറച്ചി ഹോട്ടൽസിലൊക്കെ കിട്ടും. കിടിലൻ സാധനമാണ്. നമുക്ക് റെഡിമെയ്ഡ് പാക്കറ്റ്സിൽ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മളിന്ന് ആ ഇടിയിറച്ചിയുടെ റെസിപ്പിയെ നോക്കാൻ പോണേ. ഞാൻ ഒരു 1/2 കിലോ ഉണക്ക ഇറച്ചി കൊണ്ട് വെച്ചിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് ഉണങ്ങിയതാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ശരിക്കും മഞ്ഞളും ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടി ഉണക്കിയെടുത്താട്ടോ. ഇടിയിറച്ചി സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങാൻ നോക്കിയാൽ നല്ല വിലയുണ്ടാവും. 1 കിലോയ്ക്ക് ഒരു 3000 രൂപയ്ക്ക് ഉണ്ടാവും വില. 3000-ന് മേളിലാണെങ്കിലും ഉള്ളൂ ഓൺലൈൻ വാങ്ങുമ്പോൾ. അല്ല, ഷോപ്സിലും വാങ്ങാൻ കിട്ടുമായിരിക്കും തോന്നുന്നു. ഇതെനിക്ക് ഒരാൾ കൊണ്ടുവന്നതാണ്, കണ്ണൂരിൽ നിന്ന് ഒരാൾ തന്നതാണ്. അപ്പോൾ ഇടിയിറച്ചി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബീഫ് മേടിച്ചിട്ട് അതിനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ മഞ്ഞളും ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുത്താൽ മതി. ഒരു 3-4 ദിവസത്തെ വെയിൽ കൊള്ളുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ചിലർ പുകയിൽ ഉണക്കിയെടുക്കാറുണ്ട് പഴയ കാലത്തൊക്കെ. എന്തായാലും നമുക്ക് ഇപ്പം റെഡിമെയ്ഡായിട്ട് ഇടിയിറച്ചി അവൈലബിൾ ആണ്. ഇതും കൊണ്ട് റെസിപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രൈ ആയതുകൊണ്ട് നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കണം. മയപ്പെടുത്തിയെടുക്കാൻ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇതിനെ അടുപ്പിൽ തീ കൂട്ടിയിട്ട് ആ കനലിട്ട് ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് മയത്തിൽ കിട്ടും. ഇത് ഈ നെയ്യൊക്കെ ഒന്ന് ഉരുക്കി മയത്തിൽ കിട്ടും. അതല്ല എങ്കിൽ ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചൊരു 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മയത്തിൽ കിട്ടും. അതല്ല എങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ വരുന്നവരൊന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോഴും ഇത് മയത്തിലായി കിട്ടും. ചിലർ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ പോവാണ്. നോക്കാം. ഇപ്പം ഞാൻ വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് 1 മണിക്കൂറോളം അവിടെ ഇരിക്കട്ടെ. സോ അതങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിച്ചാൽ മതി. ഞാൻ 1/2 കിലോ ഉണക്കിറച്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 1/4 കിലോ, അതിൻ്റെ പകുതിയോളം ചെറിയ ഉള്ളി ഇതേ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-50 അല്ലി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ പകുതി എടുക്കാം. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ഉള്ളിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അതുകൂടാണ്ട് ഒരു 8-10 അല്ലി വെളുത്തുള്ളി തോല് കളയാതെ തന്നെ വെച്ചിട്ടുണ്ട്. ദെൻ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളക്, ഉണക്കമുളകും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി ഒന്ന് പാകമായിട്ട് വരും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. മുളക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചൂടാക്കിയിട്ട് ചതച്ചെടുത്തേ. നിങ്ങൾ മിക്സിക്ക് ചെറുതായിട്ടൊന്ന് പൾസ് എടുത്താലും മതി. ആൻഡ് ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ നമ്മുടെ ഉണക്കയിറച്ചി വെള്ളത്തിലിട്ട് ഒന്ന് ശരിക്കും കുതിർത്ത് ചൂടുവെള്ളത്തിട്ട് വെച്ചാട്ടോ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇറച്ചി കഷ്ണങ്ങളില്ലേ, ഇതൊന്നരെടുത്ത് ചതച്ചെടുക്കണം. ചതയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. പണ്ട് കാലത്ത് ഇത് ഒരലിലൊക്കെ ഇടിച്ചെടുത്തിരുന്നത് കേട്ടോ. നന്നായിട്ട് ചതയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്നതിൽ പ്രധാന പരിപാടികൾ നടന്നു പോകണേ. ഇത് ഞാനെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചതയ്ക്കാൻ പറ്റി കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ടത് കാരണം ഇത് കണ്ടോ ശരിക്കും നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ചെറിയ പീസസ് ആക്കി കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കണം കേട്ടോ. ഇത് അല്പസമയം എടുക്കുന്ന പണിയാണ് കേട്ടോ. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. അപ്പോൾ ആ പണി കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, വളരെ ചെറുതായിട്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. പൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബാക്ക് കൊടുക്കൂലേ, അപ്പോൾ ബാക്ക് ബട്ടൺ ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന്, നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് എന്താ പറയുക പൊടിയണോ അത്രയും ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. ഒരെണ്ണം ഞാൻ കാണിക്കാം എങ്ങനെയെന്ന്. ഇത്രയും ഞാനിപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടേ. കണ്ടോ, കുറേശ്ശായിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. വെച്ചിട്ട് നമ്മുടെ ഈ റിവേഴ്സ് ബട്ടൺ ഉണ്ടല്ലോ പൾസിൻ്റെ കേട്ടോ, ഒരു 3 കൊടുത്താൽ മതി കേട്ടോ.
കണ്ടോ, ഈ ഒരു അളവിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടി ഓൾ സെറ്റ് ആട്ടോ. ഇതെല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നായിട്ട് ഞാൻ ഇടുമ്പോൾ ഓരോന്നിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ആദ്യം ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കാരണം നമ്മളിത് ഫുള്ളൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പരിപാടിയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടേ. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആദ്യം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. കറിവേപ്പില കുറച്ച് അധികം ഇട്ടിട്ടുണ്ടേ. ഫ്ലെയിം ഒന്ന് കുറച്ച് ചെയ്യണം കേട്ടോ. ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കണ്ട. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി ചതച്ചതുണ്ടല്ലോ ഇട്ട് കൊടുക്കുക. ദെൻ വെളുത്തുള്ളി ചതച്ചത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത ചെറിയ ഉള്ളി ചതച്ചതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മളിതിലേക്ക് ഒരു അല്പം മസാലപ്പൊടി കേട്ടോ. ഞാൻ മുളക് പൊടി വളരെ കുറച്ച് ഇടുന്നുള്ളൂ. നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് കൂടുതൽ ഇടുന്നത് കേട്ടോ. ഒരു നിറത്തിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മുളകുണ്ടല്ലോ, ഒരു 5 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കരിഞ്ഞു പോകാതിരിക്കാനല്ല ലാസ്റ്റ് ഇട്ടതേ. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉണക്കയിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കാണാൻ രസമായിട്ടുണ്ടല്ലേ. പാത്രം കുറച്ച് ചെറുതായി പോയി, എന്നാലും നമുക്കൊന്ന് ഇളക്കി പിടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്രിസ്പി ആവുന്ന ഇഷ്ടമാണെങ്കിൽ അത്രയും ചെയ്യുക. അതല്ല അത്രയും ക്രിസ്പി ആവണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്ക് എടുക്കാം കേട്ടോ. ഞങ്ങളെന്തായാലും കുറച്ച് ക്രിസ്പി ആക്കി എടുക്കേണ്ട പരിപാടിയിലാണേ. ഒത്തിരി നനവില്ലാതെ അങ്ങ് ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ല ഫ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ ദേ അടിപൊളിയായിട്ട് വന്നിട്ട് നമ്മുടെ ഇടിയിറച്ചി കാണുമ്പോൾ പ്രത്യേക സുഖമല്ലേ. ഇനി നമ്മൾ ഇതിൽ ഫൈനൽ ഇൻഗ്രീഡിയൻസ് 2 കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇപ്പോൾ അത് കണക്കാക്കി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. ഓൾമോസ്റ്റ് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മുമ്പേ സ്റ്റോപ്പ് ചെയ്യത്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആവണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. കാരണം ഉപ്പ് തീരെയും ഇതിൽ വേണ്ട. നമ്മൾ ഇറച്ചി ഉണക്കുമ്പോൾ ശരിക്കും ഉപ്പിട്ട് ഉണക്കുക. നിങ്ങൾ ഇനി കഴിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ നല്ലൊരു സൈഡ് ഡിഷാണ് ഇടിയിറച്ചി. ചോറിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.